ഗ്രനേഡ് എറിയാൻ വേണ്ടിയിട്ട് ഈ പിന്ന് കടിച്ചിട്ടാണ് വലിക്കുക. അവിടെ ഒരു ബഹളമായിരുന്നു. ആ CRP എല്ലാം കൂടെ അങ്ങ് ചാടി ഇറങ്ങി AK-47 ഇളകിയാക്കൊന്നളയെന്ന് പറഞ്ഞില്ല. അനീഫ് കൈ ഇതും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഫ്രൂട്ടി കുടിക്കില്ല. ചിരിച്ച് മണ്ണ് വെപ്പുമായിരുന്നു. എനിക്ക് ആ അനീഫ് ഖാനെ കാണണ്ട. എൻ്റെ മനസ്സിൽ ഇന്നും അനീഫ് ഖാ അത് തന്നെയാണ്, ആ കട്ടക്ക് നിൽക്കുന്ന അനീഫ് ഖാൻ. എത്ര ദേഷ്യം വന്നു കഴിഞ്ഞാലും അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാലും അമ്മയുടെ വായിൽ നിന്ന് ഒരു വാക്ക് മറിച്ചു വരാത്ത ഒരു അമ്മ. പാത്രത്തിൻ്റെ ഒരു പ്ലേറ്റ് താഴത്ത് വീണാൽ മതി, അപ്പം ഓഹ് ഇതിനിപ്പോൾ വിഴാൻ കണ്ടൊരു നേരം എന്നൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് വേണം മൂപ്പരി ചൂടാവാൻ. ചിതാഭസ്മം കൊണ്ട് മകൻ ഇറങ്ങുകയാണ്. സുകുമാരി ചേച്ചി അവിടെ നിൽക്കുകയാണ്. ഒരു ബാണക്കെട്ടുമായി നോക്കി ചിരിച്ചോണ്ട് വരൂന്നേ. ഉഫ്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ സുകുമാരി ചേച്ചി മരിച്ചുപോയി. ഞാൻ പലയിടത്തും പലപ്പോഴും പറയും, അമ്മയെക്കുറിച്ചിട്ടുള്ള പല പ്രസംഗങ്ങളും പറയുന്നതെല്ലാം ഒരു TV ചാനൽ കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം, അതൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളൊരു സംഭവമാണ്. ബിക്കോസ് അത് ഞാൻ സംസാരിക്കുന്നത് ബേസിക്കലി ഫ്രം മൈ ഹാർട്ട്. ഞാനെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുക. ഫേക്കായിട്ട് ഞാൻ ജനറലി ഇവിടെയുള്ള ചില PhD-കാർ പറയുന്ന പോലെ ഫേക്കല്ല നമ്മൾ. ഇതിനകത്ത് അമ്മയുടെ ഞാനൊരു പടം ചെയ്തായിരുന്നു. ഇറ്റ് വാസ് എൻ ആന്തോളജി എന്ന് പറഞ്ഞാൽ ഒരു 5 ഷോർട്ട് ഫിലിംസ്, 4 ഷോർട്ട് ഫിലിംസ്. അത് ഒരു യാത്രയിൽ. അപ്പോൾ അതിൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കഥയായിരുന്നു ഞാനത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആ പടം. അതിൽ അച്ഛനായിട്ട് അഭിനയിച്ചത് ജനാർദ്ദൻ ചേട്ടനായിരുന്നു, അമ്മയായിട്ട് അഭിനയിച്ചത് സുകുമാരി ചേച്ചിയായിരുന്നു. എൻ്റെ ഫേവററ്റ് അമ്മയായിരുന്നു. സോ അത് എൻ്റെ വീട്ടിൽ തന്നെ, പട്ടാമ്പിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. തറവാട്ടിലും ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന, ഇപ്പോൾ കണ്ണം പട്ടാമ്പിയൊക്കെ ഇരിക്കുന്ന ആ വീട്ടിൽ തന്നെയാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത്. അപ്പം സുകുമാരി ചേച്ചി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൊക്കേഷനിൽ വരുന്നത് നമ്മുടെ ഒരു ബന്ധുക്കാർ, വല്യമ്മ വലിയ തറവാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു അമ്മായിയെ പോലെയാണ് സുകുമാരി ചേച്ചിയുടെ വരവ് തന്നെ. ലൊക്കേഷനിലേക്ക് ഒരു തുണിയുടെ സഞ്ചി ഉണ്ടായിരിക്കും. അത് തമിഴ്നാട്ടിലെ തമിഴൊക്കെ എഴുതിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ആണെങ്കിൽ തുണി സഞ്ചി ആയിരിക്കും. അതിനകത്ത് അത് കൊണ്ടുവന്നിട്ട് മൂപ്പത്തേരിൽ ലൊക്കേഷൻ അവിടെ പ്രൊഡക്ഷൻകാരുടെ കയ്യിലും കൊടുക്കും. തുറന്നു നോക്കിയാൽ അതിനകത്ത് ബെസ്റ്റ് മുറുക്ക് ഏത് കടയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മൂപ്പത്തേര് വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്വീറ്റ്സ്, കായ വറുത്തത്, കാരോലപ്പം, അങ്ങനെയുള്ള അപ്പങ്ങൾ, ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് സുകുമാരി ചേച്ചി ലൊക്കേഷനിൽ വരുന്നത് ഒരു ആഘോഷമാണ്. കാരണം തിന്നാൻ പലതും ഉണ്ടായിരിക്കും, നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായിരിക്കും. So she was not just a mother in the film, but she was a mother in the unit also. ഒരു അമ്മയുടെ വാത്സല്യം തന്നിരുന്ന അങ്ങനെയുള്ളൊരമ്മ. ഇപ്പം അതിനുശേഷം എൻ്റെ പടങ്ങളിൽ സുകുമാരി ചേച്ചിക്ക് ശേഷം പിന്നെ 2-3 ആളുകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം തൊട്ടിട്ട് സുകുമാരി ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിൽ സുകുമാരി ചേച്ചി എൻ്റെ അമ്മയായിട്ട്, റിയൽ ക്യാരക്ടറായിട്ട് സുകുമാരി ചേച്ചി അഭിനയിപ്പിക്കുന്നതും. അങ്ങനെ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനാർദ്ദൻ ചേട്ടൻ ഇങ്ങനെ ചേച്ചിയും ജനാർദ്ദനായിട്ടും കൂടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിക്കുക കാഷ്വലായിട്ട്. അപ്പോൾ ചോദിച്ചു, അച്ഛൻ എങ്ങനെയായിരുന്നു? നമ്മൾ അച്ഛൻ്റെ മൂക്കത്തെ ചുണ്ടിയായിരുന്നു, പക്ഷെ അമ്മ ഡൗൺ ടു എർത്ത്. എത്ര ദേഷ്യം വന്നു കഴിഞ്ഞാലും അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാലും അമ്മയുടെ വായിൽ നിന്ന് ഒരു വാക്ക് മറിച്ചു വരാത്ത ഒരു അമ്മ. അപ്പം സുകുമാരി ചേച്ചി അത് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്തുകൊണ്ട് പോവാണ്. എന്ത് പറഞ്ഞാലും, അച്ഛൻ എന്ത് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാലും ഇതിനെല്ലാം ഒതുങ്ങി നിൽക്കുന്നതും, മക്കളുടെ ദേഷ്യം കണ്ടു കഴിഞ്ഞാലും അവിടെയും സാത്വികമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതും, എന്നിട്ട് ഒറ്റയ്ക്ക് പോയി കിച്ചണിൽ പോയി പാത്രങ്ങളോട് സംസാരിച്ചിരുന്നൊരു അമ്മയുണ്ടായിരുന്നു. ഈ അമ്മ പാത്രങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു പാത്രത്തിൻ്റെ ഒരു പ്ലേറ്റ് താഴത്ത് വീണാൽ മതി, അപ്പം ഓഹ് ഇതിനിപ്പോൾ വിഴാൻ കണ്ടൊരു നേരം എന്നൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് വേണം മൂപ്പരി ചൂടാവാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന അമ്മേനെ എനിക്ക് ഓർമ്മയുണ്ട്. ഇതേപോലെ സുകുമാരി ചേച്ചി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അഭിനയിച്ചത് കാണുമ്പോൾ ഞാൻ മോണിറ്റർ കഴിയുമ്പോഴേക്കും എൻ്റെ കണ്ണ് നിറയും. ബിക്കോസ് ഐ യൂസ് ടു റിമെമ്പർ അബൌട്ട് മൈ മദർ. അച്ഛനെന്നുള്ള ക്യാരക്ടർ അമ്മ മരിച്ചതിന് ശേഷം ഹൗ ബാഡ്ലി ഹി മിസ്ഡ് ഈ ശുണ്ടിക്കാരൻ. അമ്മ എപ്പോഴും പറയായിരുന്നു, ഞാൻ മരിക്കുന്നതിന് മുന്നേ അച്ഛൻ മരിക്കരുതെന്ന് പറയും. അപ്പോൾ അമ്മ എന്തുകൊണ്ടാണ് അത് പറഞ്ഞിരുന്നത് വെച്ചാൽ, ഇങ്ങനെയുടെ ഈ ശുണ്ടിയും ദേഷ്യവും ഇതൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല, പിന്നെ മൂപ്പര ആകെ പ്രശ്നത്തിലാവും. അതുകൊണ്ട് ദൈവമേ
മൂപ്പര് മരിച്ചിട്ടേ ഞാൻ മരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുവരെങ്കിലും എനിക്ക് ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ ഹിം എന്നുള്ളതാണ് അമ്മയുടെ ഒരു കൺസെപ്റ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അമ്മ ജസ്റ്റ് വെൻറ്റ് ഓഫ്. അമ്മ വിചാരിച്ച പോലെ തന്നെയായിരുന്നു അമ്മയുടെ യാത്രയും. എന്നും പ്രാർത്ഥിക്കും, പറയും, ദൈവമേ മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കാതെ എന്നെ അങ്ങോട്ട് തോളണേ, വയസ്സാവാൻ തുടങ്ങി പറയുന്നത് കാണാം. ഈ അമ്മേനെ കണ്ടിട്ടാണ് ഞാൻ ആ ഒരു സബ്ജക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഇപ്പോൾ ഉണ്ട് കയ്യിലൊരു 10-30 മിനിറ്റിൻ്റെ ഒരു സാധനം. അങ്ങനെ സുകുമാരി ചേച്ചി ഇത് അഭിനയിച്ച് കഴിഞ്ഞ് പിന്നീട് സുകുമാരി ചേച്ചിയുടെ മരണം ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ആക്ച്വലി അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രിയിൽ ഗേറ്റ് അടച്ച്, അനിയൻ വരുന്നു, ഗേറ്റ് അടയ്ക്കുന്നു. ഗേറ്റ് അടച്ചൊരു 11:30 മണിക്ക് ചോറിൽ വെള്ളം ഒഴിച്ചിട്ട് കിടന്നു. കാരണം അനിയൻ ചാപ്പാട് കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഷീ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് 37 പോയി കിടന്നു. അപ്പം അമ്മ എൻ്റെ റൂമിലായിരിക്കും കിടക്കേണ്ടതാണ്, കാരണം അവിടെ ഫാൻ ഓൺ ചെയ്യാം. അച്ഛൻ്റെ റൂമിൽ അച്ഛന് ഫാൻ ഇഷ്ടമല്ല. പക്ഷേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ഇല അനങ്ങിയാലും പെട്ടെന്ന് ഉണരും. അത്രയും അലേർട്ടാണ് മൂപ്പർ. ആ പഴയ സെക്കൻഡ് വേൾഡ് വാർ സോൾജർ, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചപ്പോഴും അങ്ങനെ തന്നെ ഒരു ടൈപ്പായിരുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടെന്നും പറഞ്ഞിട്ട് റൂമിലോട്ട് പോയി നോക്കുമ്പോൾ അമ്മ നെഞ്ഞൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ അതെ, എനിക്ക് നെഞ്ഞ് വേദനിക്കുന്നു, എന്താ അറിയില്ല. അപ്പോൾ അച്ഛൻ കുറച്ച് നേരം ഒഴിഞ്ഞു, കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് പെട്ടെന്ന് അമ്മ ഒരിക്കലും പറയാത്ത സംഭവമാണ് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എന്നുള്ളത്. പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അതെ എന്നെ ഒന്ന് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോട്ടോ, എനിക്ക് വയ്യാന്ന്. അത്രയും വേദന അമ്മ അനുഭവിച്ചിരിക്കുന്നു. അച്ഛനെടുത്ത് ഷൗട്ട് ചെയ്ത് അനിയൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറയുന്നു. വണ്ടി എടുത്തപ്പോഴത്തേക്ക് അച്ഛന് മനസ്സിലായി അമ്മ പോയി എന്നുള്ളത്. കാരണം കയ്യിൽ അങ്ങ് തളർന്നു പോയി, അമ്മയുടെ ബോഡി തണുക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ അവിടെ നിന്ന് തന്നെ മരിച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് ഡിക്ലെയർ ആയി. ഇതേ സീക്വൻസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അവസാനം ഒരു ദിവസം ഞാൻ ആ ഒരു ഷോട്ട് വെച്ചത് അങ്ങനെയായിരുന്നു. പല കാരണങ്ങളെ കൊണ്ടും അച്ഛൻ ഈ അമ്മയെ മിസ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നു. ജനാർദ്ദനൻ ചേട്ടൻ ആരും അറിയാതെ തൻ്റെ അഭിമാനം വിടാതെ ആ സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, അഭിമാനം വിടരുത്, കാരണം ദുരഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നും താൻ വലിയ കൊമ്പത്തെ ആളായിട്ട് നിന്നിരുന്ന ആൾ എന്തുകൊണ്ടായിരുന്നു അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അമ്മയുടെ സപ്പോർട്ടായിരുന്നു എന്നുള്ളതെന്ന് റിയലൈസ് ചെയ്തിരിക്കുന്നു ജീവിതത്തിൽ. അതുകൊണ്ടാണ് സുകുമാരൻ ചേട്ടനും ജനാർദ്ദൻ ചേട്ടനും ആ ക്യാരക്ടർ വളരെയധികം ഭംഗിയായിട്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ ഈ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അപ്പം സുകുമാരൻ ചേട്ടൻ ജനാർദ്ദൻ ചേട്ടൻ സുകുമാരി ചേച്ചിയുടെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട്, അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫേസ് അവിടെ ആ ഫോട്ടോയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ആ ഗ്ലാസ്സിൽ. അതിലിങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് മൂപ്പർ പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കരഞ്ഞിട്ടുണ്ട്. മൂപ്പർ പറഞ്ഞ ആ ഡയലോഗുകളെന്ന് പറഞ്ഞാൽ, ഞാൻ ഓർത്തില്ലടി നീ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഭാര്യമാർ ആയിട്ടുള്ള വഴക്കൊക്കെ കാണുമായിരിക്കും. പക്ഷെ പല ഫാമിലീസിലും നമ്മളറിയാതെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭാര്യയായിരിക്കും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും. ഈ ആണുങ്ങളൊരു ടിപ്പിക്കൽ ഈഗോയിസ്റ്റിക് പ്രോബ്ലം ആയിരിക്കും. ഇതിനൊക്കെയാണ് ഞാൻ ആ പടത്തിൽ കാണിച്ചു കൊടുത്തത്. ഒരുപക്ഷെ ഞാനും അങ്ങനെ ആയിരിക്കാം. പക്ഷെ അവിടെ എൻ്റെ മനസ്സിലുള്ളത് ഞാനത് കാണിച്ച് അവസാനത്തെ ഒരു ഷോട്ടിൽ ഞാൻ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഇങ്ങനെ സുകുമാരൻ ചേട്ടൻ പഠിക്കലേക്ക് നോക്കും. അപ്പോൾ ആ ചിതാഭസ്മം കൊണ്ട് മകൻ ഇറങ്ങുകയാണ്. അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സുകുമാരൻ ചേട്ടൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗേറ്റിൽ സുകുമാരി ചേച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. ജനാർദ്ദൻ ചേട്ടൻ പോകുന്ന സമയത്ത് സുകുമാരി ചേച്ചി അവിടെ നിൽക്കുകയാണ്, ഒരു ബാണക്കെട്ടുമായി നോക്കി ചിരിച്ചുകൊണ്ട്, വരൂന്നേ. ഉഫ്, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നത് ഷൂട്ട് ചെയ്ത സമയത്ത് സുകുമാരി ചേച്ചിനെ ശരിക്കും അങ്ങ് ഐ വാസ് ലിറ്ററലി ഇൻ ലവ് വിത്ത് ഹർ. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ സുകുമാരി ചേച്ചി മരിച്ചുപോയി. ഞാനന്ന് പെട്ടെന്ന് ഇവിടുന്ന് വണ്ടിയെടുത്ത് മദ്രാസിൽ പോയി. സുകുമാരി ചേച്ചി വിളക്കൊളുത്തിരിക്കുന്ന സമയത്ത് ആ ഇതിൽ 36 വേഷ്ടിയുടെ മുകളിൽ ആ തീ കത്തി, അത് കഴിഞ്ഞിട്ട് ആ പൊള്ളൽ സെപ്റ്റിക്കായി, അങ്ങനെയാണ് സുകുമാരി ചേച്ചി മരിച്ചു പോകുന്നത്. ദൈവത്തിനെ ഭയങ്കര വിശ്വാസം, എന്നും ദൈവം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അതിൽ കൂടെ തന്നെയാണ് സുകുമാരി ചേച്ചിനെ ദൈവം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത്. പക്ഷെ ഞാൻ ഈ 2 സീനുകളും ഓർക്കുന്ന സമയത്ത് ഇന്നും എനിക്ക് ആ വിഷ്വൽ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട്. എൻ്റെ ആ ഗേറ്റിനവിടെ ഞാൻ നിൽക്കുന്ന സുകുമാരൻ ചേട്ടൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ആ ഷോട്ട് എടുത്തിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മ,
അതുവരേക്കെല്ലാം സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിരുന്ന അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുന്നതും പാത്രങ്ങളോട് സംസാരിച്ചിരുന്ന അമ്മയും എല്ലാം മാറിയിട്ട് അമ്മ പരലോകത്തോട്ട് പോവാണ്. ഇവിടുത്തെ എല്ലാവിധത്തിലുള്ള സംഭവങ്ങളും മാറ്റിവെച്ച് അമ്മയുടെ ചെറിയൊരു ബാണക്കെട്ടുമായിട്ട് പോകുന്നൊരു സീന്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് ദർ ഐ ഷുഡ് അപ്ലോഡ് ഇറ്റ് ഇൻ ദ യൂട്യൂബ്. അത് ഞാൻ എങ്ങനെയെങ്കിലും അത് തിരഞ്ഞെടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു ഓൾ വിൽ ലവ് ഇറ്റ്. ഇനി ഞാൻ ഓർക്കുന്നു, ഇന്ന് സിനിമ എന്ന് പറയുന്ന സമയത്ത് ചില വ്യക്തികളെ എനിക്ക് എൻ്റെ സിനിമാ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. അതിലൊന്നാണ് കൊച്ചിൻ ഹനീഫ്ക. പിന്നെ ഇതിലൊക്കെ എന്താ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില ആളുകൾ മരിച്ച സമയത്ത് ഞാൻ ഒരിക്കലും ഇവരെ കാണാൻ പോയിട്ടില്ല. അഫ്കോഴ്സ് ചില സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ലായിരിക്കും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് നിൽക്കുന്ന കൊച്ചിൻ ഹനീഫ്ക എന്ന് പറയുന്നത് കിരീടത്തിൽ ആ ഒരു ആരോഗ്യവാനായിട്ടാണ് നടന്ന കത്തിയും കൊണ്ട് നടക്കുന്ന ആ ആരോഗ്യവാൻ. പക്ഷേ അവസാന കാലങ്ങളിൽ ഹനീഫ്ക മരിക്കുന്ന സമയത്ത് വളരെയധികം ശോഷിച്ച് ശരീരമെല്ലാം ഉണങ്ങിപ്പോയി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഹനീഫ്കനെ കാണണ്ട. എൻ്റെ മനസ്സിൽ ഇന്നും ഹനീഫ്ക അത് തന്നെയാണ്, ആ കട്ടക്ക് നിൽക്കുന്ന ഹനീഫ്ക. എൻ്റെ കീർത്തിചക്ര എന്ന സിനിമയ്ക്കകത്ത് ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടത് ഇന്നസെൻ്റ് ഏട്ടനായിരുന്നു, ആ ചായക്കടക്കാരൻ. എല്ലാം പറഞ്ഞുറപ്പിച്ചു. പക്ഷെ എന്തോ കാരണവശാൽ ഞങ്ങൾ 30-ആം തീയതി മറ്റാണ് ഞാൻ പോകുന്നത്, മാർച്ചിൽ. ആ സമയത്ത് ഇന്നസെൻ്റ് ഏട്ടൻ ബാക്കൗട്ട് ചെയ്തു. ബാക്കൗട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വയ്യ. അപ്പോൾ ഈ കാശ്മീരിലൊക്കെ വരാനുള്ളത്. പക്ഷെ ഞാൻ അന്താളിച്ച് നിൽക്കണം, എന്ത് ചെയ്യും ആ ക്യാരക്ടർ ഇനി പറയുന്നത്. അപ്പോൾ അന്ന് ഹനീഫ്ക തമിഴ്നാട്ടിലൊക്കെ തമിഴ് പടങ്ങളൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹം സമ്മതിക്കുമോ ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ. അങ്ങനെ ഞാൻ ചൗധരി സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ചൗധരി സാർ പറഞ്ഞു ഒരു അഡ്വാൻസ് ആയിട്ട് പോയി എനിക്ക്. അപ്പം അദ്ദേഹം ഒരു 25,000 രൂപ അഡ്വാൻസും തന്ന് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ലൊക്കേഷൻ പോയി ഹനീഫ്ഖാനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഹനീഫ്ഖ എനിക്ക് നിങ്ങളൊരു 7 ദിവസം വേണം കാശ്മീരിൽ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3-ാം തീയതി വന്ന് ജോയിൻ ചെയ്യണം. അപ്പം 5 ദിവസമേ ബാക്കിയുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. വിൽ യു ബി ഏബിൾ ടു ഹെൽപ്പ് മീ ഔട്ട്? ഞാൻ അഡ്വാൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേജറെ ഇത് വേറൊരാൾ ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. കാരണം അപ്പോഴത്തേക്ക് ഓൾറെഡി സ്പ്രെഡ് ആയിട്ടിരുന്നത് എന്നോട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അത് ഏതോ കാരണം, ഞാൻ പറഞ്ഞു, അത് എന്തോ ഒരു കാരണം കൊണ്ട് മൂപ്പർ വന്നില്ല. ഏതായാലും നിങ്ങൾ ഒരു സഹായം ചോദിച്ച് വന്നിരിക്കില്ലേ, ഞാനിവിടെ പറഞ്ഞിട്ട് ഈ ഡേറ്റുകൾ ഞാൻ മാറ്റിയിട്ട് ഞാനവിടെ എത്തിയിരിക്കുന്നു. ഹനീഫ്ക വരുമല്ലോ എന്ന് ചോദിച്ചു. 2-ാം തീയതിയല്ലേ ഞാനവിടെ വരേണ്ടത്, ഞാൻ എത്തിക്കോളാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടോളൂ എന്ന്. അങ്ങനെ ഞാൻ ടിക്കറ്റ് വിട്ട് ഞാൻ കാശ്മീരിൽ കയറിപ്പോയി. കൃത്യം 2-ാം തീയതി അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്യുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഷൂട്ടിൻ്റെ ആ ദിവസം ഞാൻ ഏർലി മോർണിംഗ് 7 മണിയായപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിപ്പോവും ഷൂട്ടിന്. അപ്പോൾ ഹനീഫ് ഖാൻ്റെ ഫ്ലൈറ്റ് ഈ ഉച്ചയ്ക്ക് ശേഷം മറ്റാണ്. ഉച്ചയ്ക്ക് ശേഷം അതോ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അപ്പോൾ ഞാൻ ഹനീഫ്ക്ക് ഉറങ്ങുന്ന റൂമിൽ പോയിട്ട്, ഹനീഫ്ക്ക് ഒരു കോട്ടേജ് ഉണ്ടായിരുന്നു, ഒരു 50,000-ൻ്റെ കെട്ടെടുത്തിട്ട് ഞാൻ ഹനീഫ്ക്കയുടെ തലേണയുടെ അടിയിൽ വെച്ചിട്ട് ഞാനങ്ങ് പോയി. ഞാൻ പോയി പിന്നെ ഒന്നും കേട്ടില്ല. നാട്ടിൽ വന്ന് അപ്പം അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു, ഇതിൻ്റെ തലേദിവസം ഭയങ്കര കോമഡി ഉണ്ടാക്കി ഹനീഫ്ക. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഹനീഫ്ക ഡൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ അന്ന് എന്തോ വെള്ളിയാഴ്ച ആയിരുന്നു, അപ്പോൾ പള്ളിയിൽ പോയി. അവിടെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഹനീഫ്ക്കയുടെ കയ്യിലൊരു ഇതുണ്ട്, മാംഗോ ഫ്രൂട്ടിയുടെ ഒരു ടെട്രാ പാക്ക്. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ടെട്രാ പാക്കാണെന്നുള്ള അറിയില്ല. അപ്പോൾ ഹനീഫ്ക അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ടാണ് വരുന്നത് ഈ ഡൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ. അപ്പം അന്നൊക്കെ എന്ന് വെച്ചാൽ ഭീകരവാദം അപ്പോഴും ടെൻറ്റേറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഫുൾ ഡൽ ലേക്കിൻ്റെ സൈഡിൽ മുഴുവൻ CRPF-ഉം പ്രൊട്ടക്ഷൻ പോലീസല്ല CRPF, ആർമി, ഇതെല്ലാം പിക്കറ്റ്സ് ഇട്ടിട്ട് ചെക്ക് പോസ്റ്റുകൾ കാണും. ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. എല്ലാ മണൽച്ചാക്കിൻ്റെ പുറകിൽ പ്രൊട്ടക്ഷനായിട്ട് തോക്കും ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഹനീഫ്ക്ക് അങ്ങനെ ഒരു സ്ഥലത്തൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ജാക്കറ്റിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ടെട്രാ പാക്ക് എടുത്തിട്ട് മൂപ്പർ, അപ്പോൾ അതിൻ്റെ ഇത് സ്റ്റിക്ക് ഇങ്ങനെ ഒട്ടിക്കിടക്കില്ലേ, അത് പൊളിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ വായ കൊണ്ട് ഇത് കടിച്ച്. അപ്പോൾ ജനറലി ഈ മിലിറ്റൻസൊക്കെ ഇങ്ങനെ ചെയ്യിച്ച് ഗ്രനേഡ് എറിയാൻ വേണ്ടിയിട്ട് ഈ പിന്ന് കടിച്ചിട്ടാണ് വലിക്കുക. അവിടെ ഒരു ബഹളമായിരുന്നു. ആ CRPയോട് എല്ലാം കൂടെ അങ്ങ് ചാടി ഇറങ്ങി AK-47 ഇളകിയാ കൊന്നളയെന്ന് പറഞ്ഞില്ല. ഹനീഫ്ക ഇതും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഈ പോസ്റ്റിൽ.
ഇത് ഹനീഫ്ക വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചിരിച്ച് മണ്ണ് വെപ്പുമായിരുന്നു. ഹനീഫ്ക പറയുന്നത് ഞാൻ വിചാരിച്ച ഞാൻ പോയി, കാരണം എല്ലാ തോക്കും കോക്കിയെന്ന ശബ്ദമൊക്കെ കേൾക്കാണ്ട്. അവസാന കുമാരിങ്ങനെ നിരങ്ങി എന്നെ അവിടെ താഴ്ത്തിരുത്തി, എന്നിട്ട് കൈ ഇളക്കാൻ പാടില്ല എന്ന് വന്ന് എടുത്തു പോകുമ്പോൾ ടെട്രാ പാക്ക് എല്ലാം കഴിഞ്ഞ് അവരെ നോക്കിയിട്ട് അവർക്കും ചിരി വരുന്നു. ഞാൻ ചിരിയില്ല, ഒന്നുമില്ല, എൻ്റെ ജീവൻ കിട്ടിയ സമാധാനത്തിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞ് ഇമാരി പണിയൊന്നും ഇവിടെ ചെയ്യല്ല കേട്ടോ. അപ്പോൾ അറിയാവുന്ന ഹിന്ദി, ഹനീഫ് ഖാൻ ഹിന്ദിയൊക്കെ അറിയാവുന്ന ഹിന്ദിയിൽ മനസ്സിലാവും. ഇനി ഞാൻ ജീവിതത്തിലും ഞാൻ ഒരിക്കലും ഫ്രൂട്ടി കുടിക്കില്ല പറഞ്ഞ് മാപ്പ് പറഞ്ഞു പോകുന്നൊരു ഹനീഫ് ഖാൻ്റെ കഥയുണ്ടായിരുന്നു അവിടെ. അതായത് പടം റിലീസായി. പിന്നെ എൻ്റെ എല്ലാ സിനിമയിലും ഹനീഫ് ഖാൻ ഉണ്ടായിരുന്നു. മിഷൻ 90, കുരുക്ഷേത്രയിൽ എന്താണ്, കുരുക്ഷേത്രയിൽ സുരാജും ഹനീഫ് ഖാനെയാണ് പടം തുടങ്ങുന്നത്. ആ രണ്ട് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ്റെ പിക്കറ്റിൽ ഉള്ള ഒരു ചെറിയൊരു ഫ്രിക്ഷൻ, അതിൽ ആണ് ആ ഫ്രിക്ഷനെയാണ് ഞാൻ വലിയൊരു സിനിമയാക്കിയിട്ട് പിക്കറ്റ് 43 ആക്കി മാറ്റിയത്. കാരണം അതൊരു ചെറിയ എലിമെൻ്റേ ഉള്ളൂ. സിഗരറ്റ് അങ്ങോട്ട് എറിഞ്ഞു, കള്ള് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു, സിഗരറ്റ് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്നു, ഇങ്ങനെയുള്ള റിലേഷൻ. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ എലിമെൻ്റായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് പിക്കറ്റ് 43 ആയി മാറി. പൃഥ്വിരാജും ജാവേദ് ജാഫ്രിയും കൂടെ ചെയ്ത പടം. ഇറ്റ് വാസ് എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, ഫീൽ ചെയ്തിട്ടുള്ളൊരു പടമാണത്. എനിവേ, ഹനീഫ്ക്കയെ കുറിച്ച് ഇപ്പോഴും ഓർക്കുമ്പോൾ കണ്ണു നിറയാറുണ്ട്. ഹി വാസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ് ടു. ദാറ്റ് ഈസ് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സിനിമയ്ക്കകത്ത് എല്ലാം പൈസയ്ക്കല്ല. അമിതാഭ് ബച്ചനെ പോലെ, അമിൻജിയെ പോലുള്ളൊരു വ്യക്തി ആ പറഞ്ഞിട്ടുള്ളതും ഞാൻ നിങ്ങളോട് പറഞ്ഞെന്തായിരുന്നു അന്നത്തെ ഒരു കഥയിൽ ഇതുകൊണ്ടായിരുന്നു. ഹനീഫ് ഖാൻ വാസ് വൺ ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂ നെവർ യൂസ് ടു ബാർഗെയിൻ. അതിൻ്റെ സെക്കൻഡ് പടത്തിനകത്ത് ഞാൻ റെമ്യൂണറേഷൻ കൊടുത്ത സമയത്ത് ശശീന്ദ്രയുടെ ഞാൻ പറഞ്ഞു, ശശി ഹനീഫ് ഖാൻ എത്ര പൈസ കൊടുക്കണം കിട്ടുമെന്ന്. അപ്പോൾ ഈ പൈസ കിട്ടിയപ്പം ഹനീഫ് ഖാൻ പ്രൊഡക്ഷൻ കൺട്രോളറടുത്ത് ചോദിച്ചത്ര, എന്തിനത് ഇത്ര പൈസ ആണ്, ആരെങ്കിലും ചോദിക്കുമോ? ഹനീഫ് ഖാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഹനീഫ് ഖാൻ കഴിഞ്ഞ പടത്തിൽ ഞാൻ പൈസ തരാൻ പറ്റിയിട്ടില്ല, അത് കോമ്പൻസേഷൻ. അത് ഞാൻ ശശിയോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ അതേപോലെ എത്ര വേണ്ട എന്നാരെങ്കിലും കാണും. അതുപോലെ അവർ സിനിമ ഹാസ് ലോസ്റ്റ് ലോട്ട് ഓഫ് എത്തിക്കൽ ആർട്ടിസ്റ്റ്, എത്തിക്കൽ പീപ്പിൾ. പ്രേം നസീർ സാർ, ആ കാലമെല്ലാം കഴിഞ്ഞപ്പം ഇന്ന് എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഹനീഫ് ഖാന് വലിയൊരു പ്രണാമം.